BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും റെയ്ഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മുൻ മന്ത്രിയും CPM നേതാവുമായ വി ശിവൻകുട്ടി. മേയറുടെ പൂർണ്ണ ഒത്താശയോടെയാണ് തലസ്ഥാന നഗരിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ആരോപണമുന്നയിച്ചു. താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ അധ്യാപകരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടായിരുന്നില്ലെന്നത് എടുത്തു പറയുകയും നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ അധ്യാപക സ്ഥലം മാറ്റ നടപടികൾ മുഴുവൻ താളം തെറ്റിയ നിലയിലാണ്. അധ്യാപകർക്കിടയിൽ ഇതുമൂലം വലിയ രീതിയിലുള്ള അസ്വസ്ഥത പുകയുന്നുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിതെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. അതോടൊപ്പം സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിലവിലെ UDF സർക്കാർ തങ്ങളുടെ നയപരമായ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ഈ വിഷയത്തിൽ സമൂഹത്തിൽ വലിയ അവ്യക്തതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. കൂടാതെ PM ശ്രീ നടപ്പിലാക്കുന്നതിൽ ഒരു നടപടിയും LDF സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ എന്താണ് പുതിയ സർക്കാരിന്റെ നീക്കമെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. VD സതീശൻ അധികാരത്തിന് വേണ്ടി ജനങ്ങളോട് നുണ പറഞ്ഞാണ് വോട്ട് നേടിയതെന്നും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അധികാരത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും നൽകിയ VD സതീശന് ഇപ്പോൾ എല്ലാ കാര്യത്തിലും U-ടേൺ ആണെന്നും വിമർശനം ഉയർത്തുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി ഇതുവരെ ഒഴിഞ്ഞുകൊടുക്കാത്തതിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ഖജനാവിൽ പൂച്ച പെറ്റിക്കിടക്കുന്നു എന്ന് UDF പറഞ്ഞതും എന്നാൽ ആ പറഞ്ഞവർ തന്നെ അധികാരത്തിലേറിയ ഉടൻ പെൻഷൻ നൽകിയതും എങ്ങനെയാണെന്നും വി ശിവൻകുട്ടി ചോദ്യമുയർത്തി. സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് സർവത്ര പ്രശ്നങ്ങളാണെന്നും അതിൽ ഒരു പ്രതികരണവും അധികാരികൾ നടത്തുന്നില്ലെന്നും ശിവൻകുട്ടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ പുതിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നുണ്ട്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഓർഡിനറി ബസ്സുകളെല്ലാം സിറ്റി ഫസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്നായിരുന്നു പരിഹാസം. UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.